ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കണത് അഞ്ജലി മഴ നനഞ്ഞ് അങ്ങനെ നിൽക്കായിരിക്കും. അർജുൻ വീട്ടിൽ വരുമ്പോഴേക്കും അനുപമ കുറച്ച് ഹിൻസൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ, എല്ലാ രഹസ്യവും എല്ലാ സമയത്തും എല്ലാവരും നിന്ന് ഒളിക്കാൻ പറ്റില്ല അർജുൻ എന്നൊക്കെ പറയാണ്. എടുത്തി എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലെങ്കിലേ അർജുൻ ഒരു കാര്യം ചെയ്യും. അർജുന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് അഞ്ജലി. അവളോട് പോയി ചോദിക്ക്, അവള് ജീവനോടുണ്ടെങ്കിൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് അനുപമ അകത്തേക്ക് കയറിപ്പോവാണ്. അത് കേൾക്കുന്ന അർജുൻ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അഞ്ജലിക്ക് എന്തോ ആപത്തുണ്ടെന്നല്ലേ, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. പക്ഷേ ഫോൺ എടുക്കുന്നില്ല കേട്ടോ, അറ്റൻഡ് ചെയ്യുന്നില്ല. റിങ് അടിക്കുന്നുണ്ട്, അഞ്ജലി അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അർജുന് കുറച്ചൊരു ടെൻഷൻ കൂടി വരും കേട്ടോ. അർജുൻ വേഗം തന്നെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വേഗം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ പോകുന്നത് അഞ്ജലിയുടെ വീട്ടിലേക്കാട്ടോ. അവിടെയാണെങ്കിൽ അഞ്ജലി അങ്ങനെ മഴ നനഞ്ഞിരിക്കുകയാണ്. അയൽക്കാരൊക്കെ കാണുന്നുണ്ട്. അയൽക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, ഡോർ തുറന്ന് നോക്കുന്നുണ്ട്, വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആരും അടുത്തേക്ക് പോകുന്നില്ല. കാരണം അഞ്ജലി ചെയ്തു വെച്ച പിന്നെ അവൾ അനുഭവിക്കട്ടെ. അവിടെ എന്തെങ്കിലും പോയി സംസാരിച്ചോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദിരക്ക് അത് മതി. അതുകൊണ്ട് അയൽക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്ത പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അഞ്ജലി മഴ നനഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കുറെ നേരം ശ്യാമള അഞ്ജലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം കരഞ്ഞു കൊണ്ട് ശ്യാമള അകത്തേക്ക് പോവാണ്. ആര്യാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ റൂമിലേക്ക് പോകുമ്പോൾ അഞ്ജലി കിടക്കാറുള്ള കട്ടിലുണ്ടല്ലോ, അവിടെ നോക്കി ആകെ വിഷമിക്കുകയാണ്. ആര്യക്ക് ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആ ഡയറി എടുത്തിട്ട് ആര്യ എഴുതി തുടങ്ങാണ്. അഞ്ജലിയുടെ ഈ ഒരു ലൈഫിനെ കുറിച്ചാണ് ആര്യ എഴുതുന്നത് കേട്ടോ. അഞ്ജലി ഇപ്പൊ ഒറ്റപ്പെട്ടതും അവൾക്ക് എന്താ പറയാനുള്ളതെന്നും ആ താലിമാല അവളുടെ കഴുത്തിൽ എങ്ങനെയാ വീണതെന്നും ഏത് സാഹചര്യത്തിലാണെന്നും ആർക്കും ഒന്നും അറിയണ്ട. അവൾ ചെയ്ത് നല്ലതൊക്കെ തന്നെ എല്ലാവരും ആ ഒരു നിമിഷം മറന്നു. ഒരു തെറ്റ് ചെയ്തപ്പോ നടന്നിരുന്ന നല്ല കാര്യങ്ങൾ എല്ലാം എല്ലാവരും മറന്നു. അല്ലെങ്കിലും മനുഷ്യൻ അങ്ങനെയാണല്ലോ, എത്ര നല്ല ചെയ്താലും ഒരു ചെറിയൊരു ചീത്ത കണ്ടാൽ മതി, അപ്പോഴേക്കും അവരെ പിന്നെ അങ്ങോട്ട് തള്ളിക്കളയുക. ആ സ്വഭാവം ഇപ്പോഴും മനുഷ്യരിൽ നിന്നിട്ട് അകന്നു പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നോവല് പോലെ. അതായത് അഞ്ജലിയുടെ ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, അത് നോവലാക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യ. കരഞ്ഞുകൊണ്ടിട്ടാണ് ആര്യ എഴുതുന്നത് കേട്ടോ. ആ സമയത്തേക്ക് ശ്യാമളയും അതുപോലെ ശിവരാമനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകും. കരഞ്ഞ് അവരെപ്പോഴൊക്കെയോ ഉറങ്ങി. അങ്ങനെ അഞ്ജലി ഉറങ്ങാതെ മഴയത്ത് അവിടെ തന്നെ നിൽക്കാണ്. അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. വണ്ടി നിർത്തുമ്പോഴേക്കും നല്ല മഴയാണ്. ഈ അഞ്ജലിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വീട്ടിലേക്ക് നേരെ കയറി പോകാം എന്ന് പറഞ്ഞിട്ട് തന്നെ അർജുൻ വണ്ടി ഒതുക്കിയതിനു ശേഷം അകത്തേക്ക് പോകാൻ പോകുമ്പോൾ പെട്ടെന്നാണ് അഞ്ജലി ആ മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന കാണുന്നത്. എടോ അഞ്ജലി, താനെന്താ ഇവിടെ ഇരിക്കുന്നത്? താനെന്താ അകത്ത് കയറാത്തത്? എടോ എന്ത് പറ്റിയടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി കരഞ്ഞോണ്ടിരിക്കുകയാണ്. എടോ താൻ കാര്യം പറ, താൻ കാര്യം പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. തന്നെ ഞാൻ വിളിച്ചപ്പോൾ താൻ ഫോൺ എടുത്തില്ല. എന്തോ ഒരു പ്രശ്നം പറ്റിയ പോലെ എന്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. പറയടോ, എന്താ പ്രശ്നം? വീട്ടില് നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം അവരറിഞ്ഞോ? അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ, അതായിരിക്കും തന്നെ ഇങ്ങനെ അവര് പുറത്താക്കിയല്ലേ. എനിക്ക് മനസ്സിലായി, താൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. വിവാഹം കഴിഞ്ഞ കാര്യം അവരറിഞ്ഞു, തന്റെ കഴുത്തിൽ ഈ താലി അവര് കണ്ടു, അതുകൊണ്ട് തന്നെ അവര് പുറത്താക്കി എല്ലേടോ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പൊട്ടിക്കരയാട്ടോ. താൻ വിഷമിക്കണുണ്ടേ, ഞാനുണ്ട് തന്റെ കൂടെ. ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് നേരിടും. അഞ്ജലി, താൻ ഒറ്റക്കല്ലടോ, ഞാനില്ലേ. നോക്കാം, നമുക്കൊരു പ്രായം വരെ മാത്രമേ നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. തനിക്കത് അറിയാവുന്ന കാര്യമില്ലേ? 10-25 വർഷം നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിന്റെ ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ണർ വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അവരായിരിക്കും നമുക്കെല്ലാം. തന്റെ ജീവിതത്തിൽ ഇനി 26ാമത്തെ വയസ്സിൽ ഞാൻ വന്നു. ഇനി ജീവിതകാലം മുഴുവൻ ഞാനായിരിക്കും തന്റെ പങ്കാളി. തന്റെ കൂടെ ഉണ്ടാവുന്നത് ഞാൻ തന്നെയായിരിക്കും, തന്റെ നിഴലിനെ പോലെ. നോക്ക്, നമുക്ക് എന്ത് സംഭവിച്ചാലും, ഇപ്പൊ തനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ പരസ്പരം അത് നേരിട്ടേ പറ്റൂ. താൻ ഒരു കാര്യം ചെയ്, വാ, നമുക്ക് ഇവിടുന്ന് ഇപ്പൊ പോകാം, തൽക്കാലത്തേക്ക് പോകാം. നാളെ രാവിലെ ആവട്ടെ, ഞാൻ തന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അഞ്ജലി ഞാൻ എവിടേക്കും വരുന്നില്ല. അവിടുത്തെ ആരും സംസാരിച്ചിട്ട് കാര്യമില്ല. രാജീവ് വീട്ടുകാരെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവരിനി എന്തൊക്കെ പറഞ്ഞാലും അവരത് സമ്മതിക്കില്ല. എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മേനെ. അവരിനിയിപ്പോൾ ലോകം കീഴ്മേ മറിഞ്ഞാൽ പോലും ഇനി അവരെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അഞ്ജലി കരയാണ്. എടോ, എനിക്ക് തൻ്റെ വിഷമം മനസ്സിലായി. തൻ്റെ ഇതേപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും എൻ്റെ വീട്ടിലും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ആ സമയത്തെ സാഹചര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അന്ന് തൻ്റെ കഴുത്തിലെ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ, നമ്മൾ ആ സ്റ്റേജിൽ കയറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോഴും ഈ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞാനെ, അന്ന് നമ്മൾ ഈ ചെയ്ത പ്രവൃത്തി തെറ്റാണെങ്കിലും അവരത് ശരിവെച്ചാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ. ഇപ്പൊ നമ്മൾ ജീവനോടുള്ളതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റ് അവർ തെറ്റാന്ന് തന്നെ പറയും. എടോ പോട്ടെടോ, പോവാൻ പറ. നോക്ക്, ഒരാണും പെണ്ണും
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്നത് അവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണ്. അച്ഛനമ്മക്കും അതിൽ ഒരുപാട് കൈ കടത്താനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അത്ര മോശം പയ്യനൊന്നും അല്ലല്ലോ. എനിക്ക് അധ്വാനിക്കാനുള്ള നല്ല മനസ്സും ആരോഗ്യവും ശരീരവും ഉണ്ട്. അതുകൊണ്ട് താൻ പേടിക്കേണ്ട, താൻ വാ. ഇല്ല ഇല്ല രാജു, ഞാൻ വരില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. ഓഹോ, അപ്പൊ തനിക്ക് വാശിയാണല്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം, ഞാനും തന്റെ കൂടെ നിൽക്കാം. മഴയായാലും വെയിലായാലും പട്ടിണിയായാലും ദാരിദ്ര്യമായാലും ഞാൻ തന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അർജുനും അഞ്ജലിയുടെ കൂടെ അങ്ങ് ഇരിക്കാട്ടോ. മഴ നല്ല കടുക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇടിവെട്ടും മിന്നലും എല്ലാം തന്നെയുണ്ട്. അഞ്ജലിയും അർജുനും കൂടി ആ മരത്തണലിൽ തന്നെ അങ്ങനെ നിൽക്കുവാട്ടോ. അങ്ങനെ ഒരുപാട് നേരം മഴയൊക്കെ കൊണ്ടു കഴിയുമ്പോഴേക്കും മഴ ഒന്ന് ശാന്തമാവുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി വല്ലാത്ത ക്ഷീണം കാരണം അർജുന്റെ തോളത്തെ ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുവാട്ടോ. അർജുനും അഞ്ജലി ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കണം. ശേഷം അഞ്ജലിയുടെ കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അർജുനും പതുക്കെ ഒന്ന് കണ്ണടയുന്നുണ്ട്. അങ്ങനെ രാവിലെ വരെ അവർ അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ. അതായത് അധികം നേരം ഒന്നും ആയിട്ടില്ല അവർ ഉറങ്ങിയിട്ട്, കുറച്ച് സമയമായിട്ടുള്ളൂ. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇന്ദിര എഴുന്നേറ്റ് വരുവാണ്. രാവിലെ ആയി, ആ അഞ്ജലി പെണ്ണ് പോയി കാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്ന് പറയണത് അഞ്ജലിയും അർജുനും കൂടി ഇങ്ങനെ മരത്തിന്റെ തണലിൽ പരസ്പരം ചേർന്നിങ്ങനെ ഇരുന്നിങ്ങനെ ഉറങ്ങുന്ന രംഗമാണ് ഇന്ദിര കാണുന്നത്. നാണം കെട്ടോളൂ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മുറ്റടിച്ച് വരാൻ കണ്ടപ്പോഴേക്കും ശകുനം കണ്ടത് ഇവരെയാണല്ലോ. ഒരു നാണവും ഇല്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം രണ്ടിന്റെ ആദ്യരാത്രിയും എല്ലാം കഴിഞ്ഞതാണെന്ന്. അത്ര അധികാരത്തോടെയല്ലേ കയറിയിരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ പോയിക്കൂടെ? ഇവിടെ തന്നെ നിൽക്കാണ് നാട്ടുകാരെ കാണിക്കാൻ. എന്റെ ഈശ്വര, ഇതിപ്പോ എത്ര പേര് കണ്ടു കാണുമെന്തോ. എടി അഞ്ജലി എന്ന് പറഞ്ഞ് വിളിക്കും. അഞ്ജലിപ്പെട്ട് ചാടി ഇങ്ങനെ പെട്ടെന്ന് നെട്ടി ഇങ്ങനെ കണ്ണു തുറക്കാട്ടോ. ഇടി നാണമില്ലാത്തവളെ, ഇറങ്ങി പോടി വിടുന്ന്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നേരം പരപരാ വെളുത്തു. എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണോടി, ഇതെന്റെ കെട്ടിയോനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോടി ഇവനെ നീ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അർജുൻ അവിടെ നിന്ന് എഴുന്നേക്കാണതേ. അനാവശ്യം പറയരുത്, അഞ്ജലി നിങ്ങളുടെ വീട്ടിലെ പെണ്ണ് തന്നെയാ, പക്ഷെ ഇപ്പൊ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാല് അതാരാണെങ്കിലും, പ്രായത്തിൽ മൂത്താണെങ്കിലും ചെറുതാണെങ്കിലും അന്യായം പറഞ്ഞ ഞാൻ രാജു അടിച്ചിരിക്കും. ഓഹോ, അപ്പോ നീ എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്? നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഭീഷണിപ്പെടുത്തും. ഇതേ എന്റെ ഭാര്യനെ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു. അത് നിങ്ങൾക്കുള്ള അവകാശം ഉള്ളത് കൊണ്ടും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ആവല്ലേ. അവളൊരു ചീത്ത പെണ്ണെന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്റെ ഭാര്യ ഞങ്ങളുടെ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ നാവ് ഞാൻ പിഴുതെടുക്കും തള്ളേ എന്നൊക്കെ നമ്മുടെ അർജുൻ പറയുമ്പോൾ ഇന്ദിര ഞെട്ടിപ്പോട്ടെ. ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദിര അകത്ത് കയറിപ്പോയിട്ട് നമ്മുടെ ശ്യാമളെടുത്തും ഇത് ശിവരാമനോടും പറയണ്ട്. പക്ഷെ അതിനു മുമ്പ് അർജുൻ അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. കാരണം അച്ഛനും അമ്മനെയും കണ്ടു കഴിഞ്ഞാൽ അഞ്ജലി ആകെ വിഷമമോന്നും അഞ്ജലി കരയോന്നും അർജുനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അർജുൻ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ചെയ്യണത്. എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം ഒന്നും അർജുന അറിയില്ല. എന്തായാലും നാളത്തെ വീക്കെൻഡ് പ്രൊമോ വരുമ്പോഴേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ കാണാം. ബൈ.